നമസ്കാരം. അജ്ഞാതർ ഇങ്ങനെ തുടങ്ങിയാൽ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ത് ചെയ്യും? കാണുന്നിടത്തിട്ട് ഏത് രാജ്യത്തിന്റെ അതിർത്തിക്കകത്താണ് എന്ന് നോക്കാതെ വെടിവെച്ചിടുകയാണ് അജ്ഞാതർ. പ്രത്യേകിച്ചും ഇന്ത്യ തിരയുന്ന തീവ്രവാദികളെ. അജ്ഞാതർ ഇങ്ങനെ പോയാൽ ഭീകരവാദികളുടെ വേരറ്റു പോവുകയുള്ളൂ എന്ന് വിലപിക്കുന്നവരുമുണ്ട്. മറ്റു രാജ്യങ്ങളിൽ കയറി ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി അല്ലെങ്കിൽ അഭിമാനം ഇല്ലാതാക്കും എന്ന് വിലപിക്കുന്ന ആൾക്കാരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും ഇന്ത്യ തിരയുന്ന ഭീകരൻ ഹംസ ബുർഹാനെ പാക്-അധീന കാശ്മീരിലെ തന്റെ ഓഫീസിനകത്തിരിക്കുമ്പോൾ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ ലിഫ്റ്റിംഗിലൂടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഭീകരന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടത്തിലാണ് പാകിസ്ഥാൻ. പുൽവാമ ഭീകരാക്രമണ പദ്ധതിയുടെ പ്രധാന സൂത്രധാരകരിൽ ഒരാളാണ് ഹംസ ബുർഹാൻ. 2019 40ഓളം സൈനികരാണ് അന്ന് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് പുൽവാമ ഭീകരാക്രമണ പദ്ധതിയിൽ. 2014 കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഉന്നത പഠനത്തിനായി പോയ ഹംസ ബുർഹാൻ അൽ ബാദർ എന്ന പേരിലുള്ള തീവ്രവാദി സംഘടനയിൽ ചേർന്നു. ചെറിയ ചെറിയ ആക്രമണങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ സംഘടനയുടെ കമാൻഡർ പദവിയിലെത്തി. കാശ്മീരിലേക്ക് തിരിച്ചെത്തിയ ഹംസ ബുർഹാൻ യുവാക്കളെ തീവ്രവാദി സംഘടനയിലേക്ക് ആകർഷിക്കുകയായിരുന്നു. തുടർന്ന് കാശ്മീരിൽ ധാരാളം ഭീകരാക്രമണ പദ്ധതികൾക്ക് ഇയാൾ നേതൃത്വം നൽകി ഗൂഢാലോചനയിൽ പങ്കുചേർന്നു. തുടർന്നാണ് പുൽവാമ ആക്രമണം ഉണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് വാഹനവ്യൂഹത്തിന് നേരെ, CRPF വാഹനവ്യൂഹത്തിന് നേരെ ഓടിച്ചു കയറ്റുകയായിരുന്നു. 40ഓളം ധീര ജവാന്മാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ഇയാളെ തീവ്രവാദികൾക്കിടയിൽ ഡോക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മെഡിസിൻ ബിരുദത്തിന് പഠിച്ചതുകൊണ്ടാണ് ഇയാളെ ഡോക്ടർ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടത്. തുടർന്ന് തന്നെ ധാരാളം ഭീകരാക്രമണങ്ങൾ ഇയാൾ നടത്തി. 2020 ജവാന്മാർക്ക് നേരെയുള്ള ആക്രമണത്തിലും ഇയാൾക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു. അതോടുകൂടി UPA ചുമത്തി ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടു. തുടർന്ന് പാകിസ്ഥാൻ ശക്തമായ സുരക്ഷാ സന്നാഹമാണ് ഇയാൾക്ക് വേണ്ടി നടത്തിയിരുന്നത്. ഈ സുരക്ഷാ സന്നാഹങ്ങളുടെ എല്ലാം കണ്ണുവെട്ടിച്ചാണ് അജ്ഞാതർ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാൾക്ക് നേരെ വെടിയുതിർത്തത്. മുൻപും അജ്ഞാതർ ഭീകരരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു, പലയിടത്ത് വെച്ച്, മറ്റു രാജ്യങ്ങളിൽ വെച്ച്. ഈയിടെയാണ് ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകര സംഘടനയിലുള്ള കമാൻഡർമാരെ അജ്ഞാതർ പാകിസ്ഥാനിൽ വെച്ച് വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ ലഷ്കർ സ്ഥാപക അംഗം അമീർ ഹംസയെ ലാഹോറിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു. മാർച്ചിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരൻ താഹിർ അൻവറും പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു, അജ്ഞാതരുടെ വെടിയേറ്റ് തന്നെ. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെ ഛലം സിന്ധിൽ വെച്ചാണ് ലഷ്കർ ഭീകരനായ അബു ഖത്തൽ വെടിയേറ്റ് മരിച്ചത്. ഇങ്ങനെ തീവ്രവാദി, ഭീകരവാദി നേതാക്കളെ അജ്ഞാതർ വെടിവെച്ച് കൊന്നുകൊണ്ടേയിരിക്കുന്നു, രാജ്യത്തിന്റെ അതിർത്തികൾ പോലും നോക്കാതെ. സോഷ്യൽ മീഡിയയിൽ അതിനെതിരെയുള്ള മെഴുകലാണ് കാണാൻ കഴിയുന്നത്. മറ്റു രാജ്യങ്ങളുടെ അതിർത്തി ലംഘിച്ച് അജ്ഞാതർ എന്തിനാണ് ഇങ്ങനെ ഭീകരരെ വെടിവെച്ച് കൊല്ലുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും തീവ്രവാദി നേതാക്കളുടെ പേരുകൾ ഇനിയുമുണ്ട് ലിസ്റ്റിൽ. അജ്ഞാതർ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. ആ അജ്ഞാതർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.